സേമിയ പായസം ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബോളിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട്. അപ്പം നമുക്കിന്ന് സേമിയ പായസം ഉണ്ടാക്കാം. അതിനുവേണ്ടി വെർമസെല്ലി ഞാൻ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു ചട്ടിയിലിട്ട് നെയ്യ് ഒഴിച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നവരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഒരു 5 കവർ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഗോൾഡൻ ബ്രൗൺ നിറമാവുമ്പോഴാണ് ആ പാലിൽ കിടക്കുന്ന കാണാനും ഒരു ഭംഗി. ഇനി ഈ മൂപ്പിച്ച വെർമസെല്ലി നമുക്ക് പാലിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് തിളക്കട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിനകത്തോട്ട് ഒരു 5 തവി പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാര ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇനി ഈ വെർമസെല്ലി അതിനകത്ത് കിടന്ന് നല്ലോണം വേവണം. അതുവരെ നമുക്കിട്ട് തിളപ്പിക്കാം. അപ്പോൾ അതാ വെർമസെല്ലിയൊക്കെ പാലിൽ കിടന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഏലക്കയും മൂപ്പിച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ നെയ്യിലാണ് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ മൂപ്പിച്ചെടുക്കുന്നത് കേട്ടോ. ഇതാണ് ഈ സേമിയ പായസത്തിൻ്റെ ഹൈലൈറ്റ്. ഇത് കിടക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഏലക്ക മിക്സിയുടെ ജാറിലിട്ട് ഒരല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് പിടിച്ചാൽ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും കേട്ടോ. അതും നമുക്ക് പായസത്തിലോട്ട് ചേർത്ത് കൊടുത്ത് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ സേമിയ പായസം റെഡിയാണ്. ഇനി നിങ്ങൾക്ക് ബോളിയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.